നമസ്കാരം. പേരക്ക ബുക്സ് കോഴിക്കോടിൻ്റെ 3 പുസ്തകങ്ങളാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത്. കൂടാതെ പേരക്ക ബുക്സ് സ്റ്റാളിൽ വെച്ചിട്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. 1000 രൂപയ്ക്കുള്ള പുസ്തകങ്ങൾ ഓരോ ദിവസവും 5 പേർക്ക് വീതം കൊടുക്കുന്നുണ്ട്. അതിൽ ഇന്നലെ മെനയാന്ന് സമ്മാനമായ നേടിയിട്ടുള്ളവരെ 10 പേരെയും ഞങ്ങൾ വിളിച്ചിരുന്നു. അതിൽ 6 പേര് ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്കുള്ള സമ്മാനങ്ങൾ ഇവിടെ വെച്ചിട്ട് കൊടുക്കുന്നതാണ്. ആദ്യത്തെ പുസ്തകം ശ്രീ ഗവൺമെൻറ് ചീഫ് വിപ്പായ ഡോക്ടർ എൻ ജയരാജാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത്. ഖുറൈശി കൂട്ടം UA ഖാദറിൻ്റെ 1974 പ്രസിദ്ധീകരിച്ച ആ പുസ്തകത്തിൻ്റെ പല പതിപ്പുകൾക്ക് ശേഷം ഏറ്റവും പുതിയ പതിപ്പ് ഇന്നിവിടെ പേരക്ക ബുക്സ് പ്രകാശനം ചെയ്യുകയാണ്. രണ്ടാമത്തെ പുസ്തകം കാറ്റത്തൊരു പൂവിതൾ, അബു ഇരിങ്ങാട്ടിരിയുടെ, അതായത് കഥാകാരൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരമാണ് പേരക്ക ബുക്സിൻ്റെ കാറ്റത്തൊരു പൂവിതൾ. അതും ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നു. ശ്രീ പ്രഭാവർമ്മ സാറിനെ ആണ് ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. മൂന്നാമത്തെ പുസ്തകം ചിത്രശലഭങ്ങളുടെ വീട്, ചിത്രശലഭങ്ങളുടെ അമ്മ, ഷിനിലാൽ ഇവിടെ പ്രകാശനം ചെയ്യുന്നു. സ്വീകരിക്കുന്നത് മിഥുൻ കൃഷ്ണ. ആദ്യമായി ശ്രീ ഗവൺമെൻറ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് സാറിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. സ്വീകരിക്കുന്നത് ഷിനിലാളാണ്. ഷിനിലാൽ സാറിനെയും സ്വാഗതം ചെയ്യുന്നു. കാറ്റത്തൊരു പൂവിതൾ പ്രകാശനം ചെയ്യുന്ന ശ്രീ പ്രഭാവർമ്മ സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. സ്വീകരിക്കുന്ന ശ്രീ മിഥുൻ കൃഷ്ണയെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചിത്രശലഭങ്ങളുടെ അമ്മ പ്രകാശനം ചെയ്യുന്നത് ഷിനിലാൾ ആണ്. അദ്ദേഹത്തെ, അതേപോലെ മിഥുൻ കൃഷ്ണയെയും, അതേപോലെ പേരക്ക ബുക്സിൻ്റെ സാരഥിയായിട്ടുള്ള ശ്രീ ഹംസ ആലുങ്കൽ സാറിനെയും രംജിയെയും, അതേപോലെ വേദിയിലുള്ള ഞങ്ങളുടെ സഹോദരനായിട്ടുള്ള ശ്രീ ഫോട്ടോഗ്രാഫർ കൂടിയായിട്ടുള്ള അവരെയും സ്വാഗതം ചെയ്യുകയാണ്. അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്രീ ഹംസ ആലുങ്കൽ സാറിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഏവർക്കും പേരക്ക ബുക്സിൻ്റെ ഈ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ഡിസംബർ 9, ഡിസംബർ 12 മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ UA ഖാദർ നമ്മോട് വിട പറഞ്ഞത്. 2020 ഡിസംബർ 12 അദ്ദേഹം നമ്മെ വിട്ടുപോയത്. UA അദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. പേരക്ക ബുക്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ പോലും അംഗമായിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് പേരക്ക ബുക്സിന് ഒരു പുസ്തകം തന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനം എഴുതിയ കഥകളുടെ ഒരു സമാഹാരം. KTKM ഹാജി കമ്പനി എന്ന പേരിൽ അത് പ്രസിദ്ധീകരിക്കുന്നതിനും തൊട്ട് മുമ്പായി അദ്ദേഹം നമ്മോട് വിട പറഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ 1974 പുറത്തിറങ്ങിയിട്ടുള്ള ഖുറൈശി കൂട്ടം എന്ന് പറയുന്ന നോവൽ പേരക്ക ബുക്സ് പ്രസിദ്ധീകരിക്കുകയും അതിൻ്റെ പ്രകാശനമാണ് ഇവിടെ നടക്കുന്നത്. ഒരുപാട് പതിപ്പുകൾ വിറ്റുപോയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ് ഖുറൈശി കൂട്ടം. അത് വീണ്ടും വായനക്കാരിലേക്ക് എത്തുകയാണ്. ആ ഒരു സന്തോഷ വേളയിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അതുപോലെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെയുള്ള മറ്റ് 2 പുസ്തകങ്ങൾ കൂടി. ഈ ചടങ്ങിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്ന പുസ്തകങ്ങളുടെ എഴുത്തുകാരും ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ഒന്ന് UA ഖാദർ നമ്മെ വിട്ട് പിരിഞ്ഞുപോയി. പിന്നീട് കാറ്റത്തൊരു പൂവിതൾ എന്ന് പറയുന്ന അബു ഇരിങ്ങാട്ടിരിയുടെ ആദ്യത്തെ കവിതാ സമാഹാരം പേരക്ക ബുക്സ് കുഞ്ഞുണ്ണി മാഷിൻ്റെ പേരിൽ കവിതാ പുരസ്കാരം ഏർപ്പെടുത്തിയിരുന്നു. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ് കാറ്റത്തൊരു പൂവിതൾ. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി അബു ഇരിങ്ങാട്ടിരി പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ട്രെയിനിലാണ്, ഈ സമയത്ത് ഇവിടെ എത്തിച്ചേരില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെയും അസാന്നിധ്യത്തിൽ ഈ പുസ്തകം പ്രകാശിതമാകുന്നത്. മറ്റൊന്ന്, പേരക്ക ബുക്സിൻ്റെ തന്നെ സബ് എഡിറ്ററായിട്ടുള്ള റംഷി എഴുതിയിട്ടുള്ള ഒരു കഥാസമാഹാരമാണ് ചിത്രശലഭങ്ങളുടെ അമ്മ. അത് വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് കോപ്പികൾ വിറ്റഴിഞ്ഞ് പോയ ഒരു പുസ്തകമാണ്. അതിൻ്റെ 3ാം പതിപ്പ് വിപണിയിലെത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രകാശനമാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. അപ്പോൾ നേരത്തെ
സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യപരിപാടികൾ നടക്കുക. നമുക്ക് ആദ്യം പുസ്തകങ്ങളുടെ പ്രകാശനത്തിലേക്ക് കടക്കാം. അതിഥികൾക്കൊക്കെ തിരക്കുണ്ട്, എല്ലാവർക്കും തിരക്കുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പുസ്തക പ്രകാശനം UA ഖാദറിൻ്റെ ഖുറൈശി കൂട്ടം എന്ന പുസ്തകം നമ്മുടെ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ചീഫ് വിപ്പ് നമ്മുടെ ഡോക്ടർ N ജയരാജ് സാർ ഷെനിലാലിന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്യും. അതിനുശേഷം കാറ്റത്തൊരു പൂവിതൽ അബു ഇരിങ്ങാട്ടിരിയുടെ കവിതാ സമാഹാരം പ്രഭാവർമ്മ സാർ മിഥുൻ കൃഷ്ണക്ക് നൽകി പ്രകാശനം ചെയ്യപ്പെടും. പിന്നീട് റംഷിയുടെ ചിത്രശലഭങ്ങളുടെ അമ്മ വി ഷിനിലാൽ മിഥുൻ കൃഷ്ണക്ക് നൽകി പ്രകാശനം ചെയ്യും. ഇതാണ് ഇവിടെ ചടങ്ങ്. അതിനുശേഷം നമ്മുടെ പേരക്ക ബുക്സ് ഏർപ്പെടുത്തിയിട്ടുള്ള സമ്മാനങ്ങൾ അതിലെ ആളുകൾക്ക് നൽകുന്നതായിരിക്കും. അതോടുകൂടി ചടങ്ങ് അവസാനിപ്പിക്കും. നമുക്ക് പ്രകാശനത്തിലേക്ക് കടക്കാം. ഇനി നമ്മോട് ശ്രീ ജയരാജ് സാർ സംസാരിക്കും. പ്രിയപ്പെട്ട പ്രഭാവം സാർ ഉൾപ്പെടെയുള്ള വേദിയിലെ മറ്റ് പ്രിയപ്പെട്ടവരെ, സമയക്കുറവുകൊണ്ടാണ് പേരുകൾ ആവർത്തിക്കാത്തത്. ചടങ്ങിൽ പങ്കെടുക്കുന്ന മറ്റ് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ 21 മിനിറ്റ് ഉണ്ട്. ഞങ്ങൾ ഇത്രയും പേര് സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വളരെ ഹ്രസ്വമാക്കുകയാണ്. 50 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു പുസ്തകമാണ് 74 UA ഖാദറിൻ്റെ ഖുറൈശി കൂട്ടം. അന്ന് ഞാനൊരു വിദ്യാർത്ഥിയായി ഇവിടെ പഠിക്കുന്ന കാലത്താണ് ആ പുസ്തകം അന്ന് വായിക്കാൻ ഇടയായത്. പക്ഷേ അന്ന് വടക്കേ മലബാറിൻ്റെ ജീവിത സാഹചര്യങ്ങളെ ഒരിക്കലും നമുക്ക് അത്രമാത്രം അടുത്തറിയാൻ കഴിയാത്ത ഒരു യൗവനകാല അവസ്ഥയിൽ വടക്കേ മലബാറിലെ മനുഷ്യരെക്കുറിച്ച് കുറേയൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു പുസ്തകം. അത്രമാത്രമേ അന്ന് അതിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞു. പക്ഷേ UA ഖാദർ എന്ന എഴുത്തുകാരൻ പിന്നീട് നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരുപാട് പുസ്തകങ്ങൾ. സമയക്കുറവുകൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. ഒരു പ്രത്യേകത ഉള്ളത്, ഇത്രയും ലളിതമായ ഭാഷയിൽ, ഒരു നാട്ടിൻപുറത്തിൻ്റെ എല്ലാ നന്മയും പ്രസരിക്കുന്ന ഭാഷയിൽ അവിടുത്തെ മനുഷ്യരുടെ ജീവിതത്തെ, പ്രത്യേകിച്ച് ഈ ഖുറൈശി കൂട്ടം ഒരു പ്രത്യേക സാഹചര്യങ്ങളുള്ള, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന കുറേ മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ കഥയുടെ അവസാനത്തിൽ വളരെയേറെ കഥ അവസാനിക്കുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കഥ അവസാനിക്കുന്നത്. പക്ഷേ കുറേ സംഘർഷങ്ങളിലൂടെ, കുറേ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ഒരു നല്ല പുസ്തകം. 50 വർഷത്തിന് ശേഷം അത് ഇന്നലെ ഹംസയുടെ നേതൃത്വത്തിലെ പേരക്ക ബുക്സ് അത് വീണ്ടും പുനഃപ്രകാശനം പ്രസിദ്ധീകരിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം 50 വർഷങ്ങൾക്ക് ശേഷം ഒരു പുസ്തകം വായിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെ, അത് വീണ്ടും ഒരിക്കൽ കൂടി വായിക്കാൻ വായനക്കാരുടെ മുമ്പിൽ എത്തുന്നു എന്നുള്ളത് തന്നെ അതൊരു പുസ്തകം എത്രമാത്രം ഇവിടെ ഒരു ക്ലാസിക്കായ പുസ്തകമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഒരുപാട് പുസ്തകങ്ങൾ മൺമറഞ്ഞ് ആരുടെയും ഓർമ്മയിൽ പോലുമില്ലാതെ പോകുമ്പോൾ ഇത്തരം ചില എഴുത്തുകാരെ കുറിച്ചാണ് നമ്മളെപ്പോഴും ഓർക്കുന്നത്. മലയാള ഭാഷയുടെ വളർച്ചയിൽ, അതിൻ്റെ വികാസ പരിണാമങ്ങളിൽ ഇന്നും ഏറ്റവും തേജോമുഖമായി നിൽക്കുന്ന ചില മുഖങ്ങളാണ് UA ഖാദറിനെ പോലുള്ള എഴുത്തുകാർ. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഒരിക്കൽ കൂടി പ്രകാശനം ചെയ്യാൻ, ഒരുപക്ഷെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ യൂണിവേഴ്സിറ്റി കോളേജിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നൊരു കാലഘട്ടത്തിൽ അന്ന് വായിക്കാൻ കഴിഞ്ഞ ഒരു പുസ്തകം പിന്നീട് കാലങ്ങൾക്ക് ശേഷം വീണ്ടും അതിൻ്റെ സമീപത്തുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വേദിയിൽ വെച്ച് പുനഃപ്രകാശനം ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമാകാൻ കഴിയുമെന്ന് ഒരിക്കലും ഞാൻ ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്നില്ല, അല്ലെങ്കിൽ എനിക്കൊരിക്കലും പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ പ്രതീക്ഷകൾ പോലെയല്ലല്ലോ പലപ്പോഴും കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. അത് വീണ്ടും വായിക്കപ്പെടട്ടെ. നമ്മുടെ വടക്കൻ കേരളത്തിൻ്റെ, പ്രത്യേകിച്ച് മുസ്ലിം പശ്ചാത്തലത്തിലുള്ള ഒരു കുടുംബത്തിൻ്റെ, ആയിഷ മെൻസിൽ എന്ന് പറയുന്ന ആ ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിടരുന്ന അതിമനോഹരമായ ഒരു കഥ. ആ കഥ ഇനി ഒരുപാട് കാലം വായിക്കപ്പെടട്ടെ. UA ഖാദർ എന്ന എഴുത്തുകാരൻ ഇനിയും എന്നും നമ്മുടെയൊക്കെ മനസ്സിൽ എന്ന് നിറഞ്ഞു നിൽക്കട്ടെ എന്നുള്ള ആശംസയോടെ ഇവർക്കെല്ലാവർക്കും വേണ്ടി
പ്രത്യേകിച്ച് പ്രിയപ്പെട്ട എന്നേക്കാളേറെ പ്രിയപ്പെട്ട പ്രഭാകർ സാറിൻ്റെ വാക്കുകൾക്ക് വേണ്ടിയാണ് നിങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. വളരെ പ്രശസ്തനായ ഒരു കവി എന്ന നിലയിൽ അദ്ദേഹം ഒരു കവിതാ സമാഹാരമാണ് ഇവിടെ പ്രകാശനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ എഴുത്തുകാരെ എല്ലാം സ്നേഹത്തോടെ ഓർക്കുന്നു. ഒരിക്കൽ കൂടി പേരയ്ക്ക ബുക്സിന്, പേരയ്ക്കയുടെ പ്രത്യേകത ഞാൻ തമാശയ്ക്ക് പറയും, പുറത്ത് ഭയങ്കര കട്ടിയാണെങ്കിൽ അകത്ത് നല്ല മധുരവും നല്ല എന്താ പറയുന്നത് വളരെ സുഖകരമാണ്. അപ്പം പേരയ്ക്കയുടെ യാത്രകൾ നന്നായി വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സാറ് പറഞ്ഞ പോലെ നമുക്കിനി പ്രഭാവർമ്മ സാറിൻ്റെ വാക്കുകൾ കേൾക്കാം. അദ്ദേഹത്തിന് ഈ പുസ്തകം വളരെ നേരത്തെ എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അതിൻ്റെ ഒരു കുറ്റബോധം കൂടിയുണ്ട്. എന്തായാലും അദ്ദേഹം നമ്മോട് സംസാരിക്കും. ശ്രീ ജയരാജ് അടക്കം വേദിയിലും സദസ്സിലുമുള്ള സഹൃദയരെ, സമ്പൂർണമായ ഒരു അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങുന്നത്. പുസ്തക പ്രകാശനങ്ങൾ ധാരാളമായി ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. ഒരുപാട് ചടങ്ങുകളിൽ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ തീർത്തും വ്യത്യസ്തമായി ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു കവിയുടെ, ഞാൻ വായിച്ചിട്ടില്ലാത്ത ഒരു പുസ്തകം പ്രകാശനം ചെയ്യുകയാണ്. സ്വാഭാവികമായും ചോദിക്കാം, പുസ്തകം പ്രകാശനം ചെയ്തതിന് മുമ്പ് വായിക്കാൻ പറ്റുമോ എന്ന്. എന്നാൽ സാധാരണ നമ്മുടെ അനുഭവം അതിൻ്റെ ഒരു DTP പ്രിൻ്റോ മറ്റോ നേരത്തെ തരിക, അതൊന്ന് വായിച്ച് അതുമായിട്ടൊരു പരിചയം ഉണ്ടാക്കിയിട്ട് ആ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുസ്തക പ്രകാശന ചടങ്ങിൽ വന്ന് സംസാരിക്കുക, ഇതൊക്കെയാണല്ലോ. പക്ഷേ എനിക്ക് ഈ പുസ്തകം ഏതെങ്കിലും വിധത്തിൽ ഒന്ന് അടുത്ത് പരിചയിക്കാനുള്ള ഒരു സന്ദർഭവും ഉണ്ടായിട്ടില്ല. അബു ഇരിങ്ങാട്ടിരിയെ എനിക്ക് ഒരു കഥാകൃത്ത് എന്ന നിലയിൽ അറിയാം, നോവലിസ്റ്റ് എന്ന നിലയിൽ അറിയാം, ലേഖനകർത്താവ് എന്ന നിലയിൽ അറിയാം. അങ്ങനെയൊക്കെ പല മുഖങ്ങളോടുകൂടിയ ഒരു വ്യക്തിത്വമാണ് അബു ഇരിങ്ങാട്ടിരി എന്നെനിക്കറിയാമെങ്കിലും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പുതിയ മുഖം, ഒരു കാവ്യ വ്യക്തിത്വത്തിൻ്റെതായ മുഖം കൂടിയുണ്ട് എന്നുള്ളത് ഞാൻ അറിയുന്നത് ഇപ്പോഴാണ്. വളരെ ശ്രദ്ധേയമായിട്ടുള്ള കഥകൾ എഴുതുന്ന, വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള നോവലുകൾ എഴുതുന്ന, ലഘു നോവലുകൾ എഴുതുന്ന, അതിലൂടെയൊക്കെ മലയാള വായനാ സമൂഹത്തിൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ശ്രദ്ധേയനായ സാഹിത്യകാരനാണ് അബു ഇരിങ്ങാട്ടിരി എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ കാവ്യരംഗത്തേക്കുള്ള പ്രവേശനം, അതിൻ്റെ ഈ പ്രാരംഭഘട്ടത്തിൽ തന്നെ അതുമായി സഹകരിക്കാൻ എനിക്ക് കഴിയുന്നു എന്നതിൽ എനിക്ക് അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട് എന്നറിയിക്കട്ടെ. വളരെ ഭാവഭാസുരമായ ഒരു രചനാരീതിയും ശൈലിയും ഭാഷയും ഒക്കെ അബു ഇരിങ്ങാട്ടിരിക്കുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ കഥകൾ വായിച്ചിട്ടുള്ള പശ്ചാത്തലത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ കാവ്യഭാഷയും ആ വിധത്തിൽ തന്നെ ഭാസുരമായ സങ്കല്പങ്ങളിൽ അധിഷ്ഠിതമായ ഒന്നായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ കഴിഞ്ഞ 1-2 മിനിറ്റുകൾ കൊണ്ട് ഈ പുസ്തകത്തിലൂടെ ഒന്ന് കണ്ണോടിച്ച് നോക്കാനുള്ളൊരു അവസരമുണ്ടായി. അപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ പതിഞ്ഞ 1-2 വാക്കുകൾ എന്നേ പറയാൻ പറ്റൂ. മനസ്സിന് കാലഘട്ടത്തിൻ്റെ കനം വെച്ചത് ഞാൻ അറിയുന്നു. ലോലമായ എൻ്റെ ഹൃദയം കരിഞ്ഞതും ഞാൻ അറിയുന്നു. ഉച്ചവെയിലും സന്ധ്യാവെയിലും ചുട്ടുപൊള്ളിക്കുന്നതും തീക്ഷ്ണമായ പ്രണയം മിഴികളിൽ തിങ്ങി നിറയുന്നതും ആത്മാവിൻ്റെ വരമ്പുകൾ പൊട്ടിച്ചിതറുന്നതും മൗനത്തിൻ്റെ ചില്ലുകൂട് തകരുന്നതും ശൂന്യമായ മനസ്സിലേക്ക് ആരും കയറി വരാത്തതും ഞാൻ അറിയുന്നു. ശൂന്യമായ മനസ്സുകളിലേക്ക് ആരും കയറി ചെല്ലാത്ത സന്ദർഭങ്ങളിൽ ആ മനസ്സുകളിലേക്ക് ചെന്ന് കയറുക എന്നുള്ളതാണ് ഏത് കവിയുടെയും കടമ. ഒരു കവി അയാളുടെ കവിത്വം സഫലമായി എന്ന് തിരിച്ചറിയുന്നത് എപ്പോഴാണ്? ഒരു വായനക്കാരൻ്റെയെങ്കിലും മനസ്സിൽ സ്വന്തമായ ഒരു ഇടം കണ്ടെത്തുമ്പോഴാണ്. ഒരു വായനക്കാരൻ ഉണ്ടായാൽ മതി. സമാന ഹൃദയ നിനക്കായി പാടുന്നേൻ എന്ന് സുഗതകുമാരി ടീച്ചർ പാടിയിട്ടില്ലേ? 10,000 ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വായനക്കാരൊന്നും ഉണ്ടാവണമെന്നില്ല. നമ്മളുടെ അതേ വേവ് ലെങ്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ടായാൽ മതി, ഒരു പുരുഷനുണ്ടായാൽ മതി, അല്ലെങ്കിൽ ഒരു സ്ത്രീ ഉണ്ടായാൽ മതി. ആ മനസ്സിലേക്ക് നമുക്ക് അതുവരെ എത്താത്ത ഒരു വെളിച്ചം എത്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അതുവരെ എത്തിയിട്ടില്ലാത്തൊരു അനുഭൂതിയുടെ പ്രസരണം സാധ്യമാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അതുവരെ അറിഞ്ഞിട്ടില്ലാത്തൊരു അനുഭവത്തിൻ്റെ തീക്ഷ്ണത അവിടെ ഉണർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെ കവിത്വം സഫലമാവുകയാണ്. ഇവിടെ ഈ വരികളിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ മനസ്സ് പറയുന്നത് അബു ഇരിങ്ങാട്ടിരിക്ക് അത് സാധ്യമാകുന്നു എന്നുള്ളതാണ്. അബു ഇരിങ്ങാട്ടിരിക്ക് വായനക്കാരൻ്റെ മനസ്സിൽ തൻ്റേതായൊരു ഇടം തുറന്നെടുക്കാൻ കഴിയുന്നു.
നേരത്തെ അദ്ദേഹത്തിന് കഥകളിലൂടെയും നോവലുകളിലൂടെയും ഒക്കെ സാധിച്ചിട്ടുള്ളത് തന്നെയാണ്. എന്നാൽ കവിതയിലൂടെ കൂടി അത് സാധ്യമാകുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിനെ ഒരു വേറിട്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയാക്കുന്നത്. ഇങ്ങനെ ഒരു ബഹുമുഖ വ്യക്തിത്വത്തിൻ്റെ കൃതി ഈ വിധത്തിൽ ആ കൃതിയുമായി ഒരു പരിചയം സ്ഥാപിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ തീർച്ചയായും വളരെ സന്തോഷകരമായ കാര്യമാണ്. ഭാഷ, രണ്ട് കാവ്യഭാഷ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, കേവല വ്യവഹാര ഭാഷയിൽ ഉള്ളതല്ല, അത് കോമൺ പാർലാൻസിലുള്ളതല്ല. നമ്മൾ സാധാരണ പറയുന്ന സംസാര ഭാഷയുണ്ട്, ഈ സംസാര ഭാഷയിലുള്ളതല്ല കവിത എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ അർത്ഥം സംസാര ഭാഷയിലുള്ള വാക്കുകൾ ഉപയോഗിക്കരുതെന്നല്ല. ഈ കേവല വ്യവഹാര ഭാഷയുള്ള പദങ്ങൾ തന്നെ ഉപയോഗിക്കുമ്പോഴും ആ കേവലതയെ കടന്നു നിൽക്കുന്ന ഒരു അതീതത്വത്തിൻ്റെതായ ഒരു നക്ഷത്രത്തെ വിടർത്തിയെടുക്കാൻ കഴിയണം. അത് നമ്മളുടെ മനസ്സിലാണ്, അനുവാചകൻ്റെ വായനക്കാരൻ്റെ മനസ്സിലാണ് വിടരേണ്ടത്. രണ്ട് വാക്കുകൾ ചേരുമ്പോൾ മൂന്നാമതൊരു വാക്കല്ല, ഒരു നക്ഷത്രമാണ് ഉണ്ടാവുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ വാക്കുകളുടെ ചേർച്ചയിലൂടെ, പുതിയ കോയിനേജുകളിലൂടെ, പുതിയ ഒരു ഒരു പദസംഘാതത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് കഴിയുന്ന ഒരു ശൈലീ വിശേഷം ഇദ്ദേഹത്തിൻ്റെ കവിതകളിലൊക്കെ തന്നെ കാണുന്നുണ്ട്. ഇതെല്ലാം ഗദ്യ കവിതകളാണ്, ഛന്ദോബദ്ധമായ കവിതയല്ല, വൃത്തമുള്ള കവിതയല്ല. വൃത്തമുണ്ടാവണം കവിതയ്ക്ക് എന്ന് നിർബന്ധവുമില്ല. പക്ഷേ വ്യക്തിപരമായി എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, വൃത്തമുണ്ടെങ്കിൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് എന്ന് ഞാൻ പറയും, അധിക യോഗ്യതയാണ് എന്ന് ഞാൻ പറയും. എന്തിനുള്ള അധിക യോഗ്യതയാണ്? നമ്മുടെ മനസ്സിലേക്ക് കടന്ന് വരുന്നതിന് അത് ഒരു വലിയ സഹായം ചെയ്യും. നമ്മളുടെ ഓർമ്മയിൽ നിൽക്കുന്നതിന് അത് വലിയ സഹായം ചെയ്യും. അതില്ല എന്നുള്ളത് കൊണ്ട് കവിത അല്ലാതാവുന്നുമില്ല. കവിതയുടെ ഒരു ക്രീം ഉണ്ടോ എന്നതാണ് പ്രശ്നം. സത്യത്തിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ കവിത എന്ന് പറയുന്നത് ഗദ്യത്തിലുള്ളതാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു വരിയുണ്ട്, അനന്തമായ സമയം അള്ളാഹുവിൻ്റെ ഖജനാവിൽ മാത്രം എന്ന്. അനന്തമായ സമയം എന്നുള്ള ആ കൺസെപ്റ്റ് ആലോചിച്ച് നോക്കുക. നമ്മളുടെ പക്കലുള്ള സമയം എത്ര പരിമിതമാണ്. ചില്ലിപ്പൈസകൾ പോലെ മാത്രമേ ഉള്ളൂ നമ്മളുടെ കയ്യിൽ സമയം, നമുക്ക് ലാവിഷായിട്ട് ചിലവാക്കാനില്ല. എന്നാൽ ഇതുള്ള ഒരാളുണ്ട്, ഇതിൻ്റെ ഖജനാവിൻ്റെ സൂക്ഷിപ്പുകാരനായിട്ടുള്ള ഒരാളുണ്ട്, അനന്തമായ സമയത്തിൻ്റെ ഖജനാവുകാരൻ എന്ന കൺസെപ്റ്റ് നോക്കുക. അതിൽ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവുന്ന വാക്കുകൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള കേവല വ്യവഹാര ഭാഷയിലെ പദങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ആ പദങ്ങൾ കൂടിച്ചേരുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു പ്രതീതിയുണ്ട്. നമ്മളുടെ മനസ്സ് അതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഏതോ തലത്തിലേക്ക് ഉയരുന്നതിൻ്റേതായ ഒരു സബ്ലൈം ആയിട്ടുള്ള ഒരു ബോധത്തിൻ്റെ നിറനിലാവ് പരക്കുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. അത്തരം നിലാവിൻ്റെ വീഴ്ചകൾ നിർത്താൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രധാനം. അതിന് കഴിയുന്നത് ഗദ്യത്തിലാണെങ്കിൽ ഗദ്യത്തിൽ, പദ്യത്തിലാണെങ്കിൽ പദ്യത്തിൽ. ആ നിലയ്ക്ക് ആണ് കവിതയെ കാണേണ്ടത്. എമിലി ഡിക്കൻസിൻ്റെ അടക്കമുള്ള കവിതകൾക്കുള്ള ഒരു വലിയ സവിശേഷത അതാണ്. ഗദ്യത്തിൽ ഉള്ളതുണ്ട്, വേഴ്സ് രൂപത്തിലുള്ളതുണ്ട്. എന്നാൽ അതിലൊക്കെ തന്നെ കവിതയുടെ ഈ വെണ്ണപ്പാടി ഇങ്ങനെ കടവോട് കടവ്, കമ്പോട് കമ്പ് തെളിഞ്ഞ് നിൽക്കുന്നത് നമുക്ക് കാണാം. അത്തരം കവിതകളുടെ വലിയ ഒരു ഈടുവയ്പ്പിലേക്ക് മുതൽക്കൂട്ടാവുന്ന, സംഭാവനയാവുന്ന തരത്തിലുള്ളൊരു കവിത കാറ്റത്തൊരു പൂവിതൾ. കവിത പൂവിതളാവാം, അതേപോലെ കനൽ കണവുമാവാം, കനൽ ചീടുമാകാം. ഇവിടെ പൂവിതളായിട്ടാണ് കവി ഈ കവിതയെ കാണുന്നത്. എന്നാൽ ഇതിൽ തന്നെ അനുഭൂതിയുടേതായ പൂവിതൾ നീട്ടിത്തരുന്നതുണ്ട്. അതോടൊപ്പം തീക്ഷ്ണമായ അനുഭവത്തിൻ്റേതായ കനൽ ചീളുകൾ മനസ്സിലേക്ക് ചിതറിത്തെറിപ്പിക്കുന്നവയുമുണ്ട്. ഇത്തരം കവിതകളുടെ, അനുഭവാത്മക കവിതകളുടെ, അതേപോലെ പരീക്ഷണാത്മക കവിതയുടെ, അനുഭൂതിജനകമായ കവിതകളുടെ ഒക്കെ ഒരു സമ്പുടമാണ് കാറ്റത്തൊരു പൂവിതൾ എന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. ഈ പുസ്തകത്തിന് നമ്മുടെ വായനാ സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ വിപുലമായ സ്വീകാര്യതയുണ്ടാവട്ടെ എന്ന് ആശംസിക്കാൻ എനിക്ക് സന്തോഷമുണ്ട്. അബു ഇരിങ്ങാട്ടിരിക്ക് കഥാരംഗത്തും നോവൽ രംഗത്തും ലഭിച്ചതുപോലെയുള്ള സ്വീകാര്യത കാവ്യരംഗത്തും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പേരയ്ക്ക ബുക്സിൻ്റെ ഹംസ ആലുങ്ങൽ ഒക്കെ ഈ വിധത്തിലുള്ളൊരു മുൻകൈ നമ്മുടെ സാഹിത്യരംഗത്ത് എടുക്കുന്നു എന്നുള്ളത് തീർച്ചയായും നമ്മുടെ ഭാഷയ്ക്ക്, സാഹിത്യത്തിന്, സംസ്കാരത്തിന്,
അതിൻ്റെയൊക്കെ നവീകരണത്തിന്, നമ്മുടെ ഭാവുകത്വത്തിന് ഒക്കെ വലിയ തോതിൽ പ്രയോജനപ്പെടുന്നതാണ് എന്ന കാര്യം കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ കൃതി പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു. ഒപ്പം തന്നെ തൃക്കോട്ടൂർ പെരുമ പോലെയുള്ള കൃതികൾ എഴുതിയിട്ടുള്ള UA ഖാദറിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ പ്രണമിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം. സമയം വളരെ കുറവാണ് എന്നറിയാം. എങ്കിലും പുസ്തകങ്ങൾ ഏറ്റുവാങ്ങിയ മിഥുൻ കൃഷ്ണ 2 വാക്ക് സംസാരിക്കും. നമ്മുടെ സമ്മാനത്തിന് എത്തിയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് വേദിയിലേക്ക് ഇവിടെ അടുത്ത് വരണം എന്നറിയിക്കുന്നു. പ്രിയപ്പെട്ട വേദിയിലിരിക്കുന്ന പ്രഭാവർമ്മ സാർ, ജയരാജ് സാർ, പേരക്ക ബുക്സിൻ്റെ ഹംസക്ക, ബിന്ദു ചേച്ചി, റാംജി സാർ, എല്ലാവർക്കും, പിന്നെ എൻ്റെ വേദിയിലുള്ള പ്രിയപ്പെട്ടവരെ, ഇവിടെ 2 പുസ്തകങ്ങളാണ് ഞാൻ സ്വീകരിച്ചത്. 2 മനോഹരമായ തലക്കെട്ടുള്ള 2 പുസ്തകങ്ങൾ. ചിത്രശലഭങ്ങളുടെ അമ്മ, കാറ്റത്തൊരു പൂവിതൾ. ഒറ്റയടിക്ക് നമുക്ക് കേൾക്കുമ്പോൾ വളരെ മനോഹരമായ 2 തലക്കെട്ട് ആളുകൾ തോന്നുകയും ഇതിന് ഡെപ്തിലേക്ക് പോകുമ്പോൾ ചിത്രശലഭങ്ങളുടെ അമ്മയായാലും കാറ്റത്തൊരു പൂവിതളായാലും നമുക്ക് വേദനകൾ മാത്രം നൽകുന്ന 2 മനുഷ്യ മനസ്സുകളിലെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കവിതകളും കഥകളുമാണ് ഈ 2 പുസ്തകങ്ങളിലും ഉള്ളത്. ചിത്രശലഭങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞ പുസ്തകം റംഷി എഴുതിയ പുസ്തകം ശരിക്കും ഒരു സ്ത്രീപക്ഷ വായനയ്ക്ക് അനുയോജ്യമായൊരു പുസ്തകമാണ്. വളരെ അടുത്ത കാലത്ത് എഴുത്തിലേക്ക് വരികയും ഒരു വീട്ടമ്മയായിരിക്കെ എഴുത്തിലേക്ക് വരികയും വളരെ സജീവമായിട്ട് തന്നെ എഴുതുകയും വളരെ മനോഹരമായ ഭാഷയിൽ 10 കഥകളാണ് ഈ പുസ്തകത്തിൽ ഉള്ളത്. അതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുമ്പോൾ എല്ലാം മനോഹരമായ കഥകൾ, നല്ല ക്രാഫ്റ്റും നല്ല ഭാഷയൊക്കെ ഉള്ള ഒരു നല്ല പുസ്തകമാണ്. പിന്നെ മറ്റൊരു പുസ്തകം കാറ്റത്തൊരു പൂവിതളാണ്. അതേക്കുറിച്ച് പ്രഭാവർമ്മ സാർ ഇവിടെ വിശദമായിട്ട് പറഞ്ഞു. അബു ഇരിങ്ങാട്ടിയുടെ കഥകളും നോവലുകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. എഴുത്ത് ലോകത്ത് വളരെ സജീവമായി നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. പ്രവാസ കഥകളും പ്രവാസ നോവലുകളൊക്കെ ആയിട്ട് ഇറങ്ങി നിൽക്കുന്നൊരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സംരംഭം എന്നുള്ള നിലയ്ക്കും എഴുത്തെന്നുള്ള നിലയ്ക്കും കാറ്റത്തൊരു പൂവിതൾ ഏറെ വായിക്കപ്പെട്ടെ എന്നുള്ള ആഗ്രഹമുണ്ട്. പിന്നെ പേരക്ക ബുക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പുതിയ ആളുകളെ കണ്ടെത്തി അവർക്ക് അവസരം കൊടുക്കുകയും മനോഹരമായ പുസ്തകങ്ങൾ വളരെ നല്ല ക്വാളിറ്റിയോട് കൂടി ഇറക്കുകയും ചെയ്യുന്ന പേരക്ക ബുക്സ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 9 വർഷത്തിനിടയിൽ 10, 700, 800 പുസ്തകങ്ങൾ അവർ പബ്ലിഷ് ചെയ്തു. എല്ലാം എഴുത്തിലേക്ക് പുതിയ ആയിട്ട് കാൽവെച്ച ആളുകൾ. പിന്നെ UA ഖാദറിൻ്റെ നാട്ടിൽ നിന്നാണ് ഞാനും വരുന്നത്. ഞാൻ കോഴിക്കോട് പേരാമ്പ്രയാണ്. കഴിഞ്ഞ വർഷം അദ്ദേഹത്തിൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ TKM ഹജി കമ്പനി എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തോടുള്ള ഒരു ഓർമ്മയും ഇവിടെ പുതുക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഈ ചടങ്ങിൽ വിളിച്ച പേരക്ക ബുക്സിനും ഇങ്ങനത്തെ ഒരു പുസ്തകോത്സവം സംഘടിപ്പിച്ച കേരള നിയമസഭയ്ക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പേരക്ക ബുക്സ് എല്ലാ ദിവസവും അവിടെ പുസ്തകങ്ങൾ എടുക്കാൻ വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നിയമസഭയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യാവലി തയ്യാറാക്കി അതിന് ഉത്തരം എഴുതുന്ന ആളുകൾക്ക് സമ്മാനം നൽകുന്നുണ്ട്. അപ്പോൾ അതിൽ 5 പേരാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപർണ സുനിൽ, വേറെ അഖിൽ ഭാർഗവൻ, അർച്ചന PJ, അതുപോലെ ആഷിൽ കുമാർ. ഇവരുണ്ടെങ്കിൽ ഒന്ന് വേദിയിലേക്ക് വന്നാൽ നമ്മുടെ ചീഫ് ഗസ്റ്റിൽ നിന്ന് നമുക്ക് സമ്മാനങ്ങൾ ഏറ്റുവാങ്ങാം. പേര് വായിച്ച ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നന്ദി പറഞ്ഞ് നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം. നന്ദി പറയുന്നതിന് വേണ്ടി റംജി ജെറോമിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിൽ ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സദസ്സിലും വേദിയിലുമുള്ള എല്ലാ പ്രിയപ്പെട്ടവരെ, ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിലെ ആർദ്രത ഉണർത്തുക എന്നുള്ളതാണ് ഏതൊരു കലാകാരൻ്റെയും ഉദ്യമം. അതുവഴി പ്രകൃതിയോടും സഹജീവികളോടും സഹമനുഷ്യരോടുമെല്ലാം കൂടുതൽ നല്ല മനുഷ്യനായി പെരുമാറാൻ സഹായിക്കുന്ന, നമ്മളെ മാറ്റിയെടുക്കുന്ന ഒരു ഉദ്യമമാണ് ഏതൊരു കലാകാരൻ്റെയും. ഇവിടെ നമ്മൾ പ്രകാശനം ചെയ്യപ്പെട്ട UA ഖാദർ സാറിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ കടക്കുന്നു. ഇന്നിവിടെ വളരെ തിരക്കുകൾക്കിടയിലും പേരക്ക ബുക്സിൻ്റെ ഈ ചടങ്ങിന് എത്തിച്ചേർന്ന ഗവൺമെൻറ് ചീഫ് വിപ്പ്
ഡോക്ടർ ജയരാജ് സാറിന് എൻ്റെ വ്യക്തിപരമായ പേരിലും പേരക്ക ബുക്സിൻ്റെ പേരിലും ഹൃദയംഗമായ നന്ദി ആശംസിക്കുന്നു. അടുത്തതായി ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാതെ വളരെ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പരിചിതനായ പ്രഭാവർമ്മ സാറിനെ എൻ്റെ സ്വന്തം പേരിലും പേരക്ക ബുക്സിൻ്റെ പേരിലും ഞാൻ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു പുസ്തകം ഏറ്റുവാങ്ങിയ ഷിനിലാൽ സാറിനെ എൻ്റെ സ്വന്തം പേരിലും പേരക്ക ബുക്സിൻ്റെ പേരിലും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു പുസ്തകം ഏറ്റുവാങ്ങുകയും ഒരു പുസ്തകം പ്രകാശനം ചെയ്യുകയും ചെയ്ത ശ്രീ മിഥുൻ കൃഷ്ണയെ എൻ്റെ സ്വന്തം പേരിലും ഈ പേരക്ക ബുക്സിൻ്റെ പേരിലും ഞാൻ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. പേരക്ക ബുക്സിൻ്റെ എല്ലാമായ ഹംസ അലിങ്കൽ സാർ, പ്രശസ്തനായ നോവലിസ്റ്റും പത്രപ്രവർത്തകനും ചെറുകഥാകൃത്തുമൊക്കെയായ അദ്ദേഹത്തിനെ ഔപചാരികതയുടെ പേരിൽ എൻ്റെ പേരിലും പേരക്ക ബുക്സിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ പേരക്ക ബുക്സിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ബിന്ദു ബാബു മാഡത്തിനും എൻ്റെ പേരിലും പേരക്ക ബുക്സിൻ്റെ പേരിലും ഔപചാരികതയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.